അപ്പോൾ ഹായ് ഗെയ്സ്, ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ ഡൽഹിയിലും ഒരാൾ കേരളയിലാണ് ഇപ്പം. ഹേ ഗൈസ്, അപ്പം ഞാൻ കാറിൽ കയറി എങ്ങോട്ട് പോകുവാണെന്ന് ഓർക്കുമായിരിക്കും അല്ലേ? വേറെ എങ്ങോട്ടും അല്ല, ഞാൻ എൻ്റെ നാട്ടിൽ പോവാണ്. സോ ഞാൻ നാട്ടിൽ ചെല്ലുന്ന കാര്യം എൻ്റെ വീട്ടുകാർക്കും അറിയില്ല. അവർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് അവർ സർപ്രൈസ് ആകുമോ ഞാൻ സർപ്രൈസ് ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അമ്മയെ ജസ്റ്റ് സർപ്രൈസ് ആക്കണം. എൻ്റെ ചേച്ചി വരുന്നുണ്ട്. അവൾ എന്നോടും മാമനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മാമൻ അറിയാം കേട്ടോ, കാരണം മാമൻ എന്നെ വിളിക്കാൻ വരും. എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഞാൻ ഗോവയിലൊക്കെ പോയിട്ട് ആണ് നാട്ടിലേക്ക് പോകുന്നത്. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇവർ വേറെ ഫ്ലൈറ്റിലാണ്. അവർ എയർ ഇന്ത്യയിലും ഞാൻ ഇൻഡിഗോയിലുമാണ്. അപ്പോൾ അവളും വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം കൂടെ കൊളാബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അവിടുത്തെ വിഷ്വൽ പോയി നിങ്ങൾ കണ്ടിട്ട് ഓക്കെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മെട്രോ കയറി, എയർപോർട്ട് മെട്രോ കയറി. എൻ്റെ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. നോക്കൂ, ഞാൻ അങ്ങനെ എൻ്റെ സീറ്റിൽ കയറിയിരുന്നു. അതിൽ നിന്ന് പട്ടി ഷോ കാണിക്കുവാണ് ആ സീറ്റിൽ കയറിയിരുന്ന്. പുറകിൽ ഏതോ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, സോറി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെയുള്ള സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വേറെ സീറ്റൊന്നും ഇല്ലായിരുന്നു. ബട്ട് എനിക്ക് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അതിനുശേഷം ഞാൻ ഗോവ എയർപോർട്ടിലെത്തി. അവിടുന്ന് നടന്ന് ഷോയിട്ട് നടന്നു പോകുന്നുണ്ട് കൊച്ചി ഫ്ലൈറ്റിൽ കയറാനായിട്ട്, കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ. അങ്ങനെ കൊച്ചിയിലെത്തി. എന്നെ ആരും വിളിക്കാൻ വന്നില്ലായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബ്ലോക്ക് ആയിരുന്നു. അതിനുശേഷം വന്നു. ഗൈസ് എന്നെ ലാസ്റ്റ് വിളിക്കാൻ വന്നു. ഗൈസ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ കടയിൽ നിർത്തി. അത്താഴം എന്നായിരുന്നു കടയുടെ പേര്. കൊച്ചി തന്നെയാണ്. അവിടുന്ന് എനിക്ക് പൊറോട്ടയും പോത്തിൻ്റെ റോസ്റ്റ് അടിപൊളിയായിരുന്നു. ഇതെൻ്റെ മാമനാണ് ഗൈസ്. ഞങ്ങൾക്ക് അടിപൊളി ഫുഡായിരുന്നു. കുറേ നാൾക്ക് ശേഷം വീഡിയോ ഞാൻ കഴിച്ചു ഓടുന്നു. ബട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. അങ്ങനെ വീടെത്തി. ആദ്യം നമുക്ക് ദേവുവിന് സർപ്രൈസ് കൊടുക്കുമായിരുന്നു. കിടന്നു നാളെ സ്കൂളിൽ കൊണ്ടായിരിക്കും. അടുത്തത് നമ്മൾ ഗൗരിക്കാണ് കൊടുക്കുന്നത്. രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ കൊടുത്തത്. അവളും പേടിച്ചു കേട്ടോ എന്നെ കണ്ടിട്ട്. ഗൗരി ആരാ? ഗൈസ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള കോലമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അവൾ ചിലപ്പോൾ ഇപ്പോൾ വരും. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. അമ്മ അവിടെ പാചകത്തിലാണ് ഗൈസ്, പാചകത്തിലാണ്. സോ ഞാൻ എൻ്റെ വീട് എത്താറായി. സോ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആൻഡ് ബസ്സിലാട്ടോ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഈ നടക്കണത്. പെട്ടിയൊക്കെ മാമൻ പുറകെ കൊണ്ടുവരും. എന്താകുമെന്ന് അറിയില്ല. ആഫ്റ്റർ എ ലോങ് ടൈം വീടെത്തി. ഇവൻ പുറത്തിറങ്ങി നിന്ന്. ഇവൻ അറിയാമായിരുന്നു ഞാൻ വരുന്നത്. ഇനി എക്സ്പ്രഷൻ ഇട്ട് മരിക്കണ്ടെന്ന്. ഹായ് കാശി. അയ്യേ, ഇവൻ അറിയായിരുന്നു നമുക്ക് അമ്മയെ കാണാം. അമ്മ എന്തിയേ എന്തിയേ? ഹായ്, വെൽക്കം ടു മൈ വ്ളോഗ്. കൈതാടി ഞാൻ പ്ലിങ്. അമ്മ എന്തേ? അമ്മ അവിടെ ഉണ്ട്. അമ്മച്ചി എന്താ പരിപാടി? എന്താ ചോറ് വെക്കുക? എന്താ ഇങ്ങോട്ട് തെളിഞ്ഞു നോക്കുന്നു. അതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു. സർപ്രൈസ് ആയോ അമ്മ? സർപ്രൈസ് ആയോ? 2 മാസം വെക്കേഷൻ, പ്രോജക്റ്റ് വർക്ക്. ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഗൈസ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു. ഇനി തൊട്ട് വീട്ടിലെ പണിയൊക്കെ അപ്പം സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലെ പണിയൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കാം. ഇവിടെ അവിടുത്തെ കാട്ടി ചൂട് കുറവുണ്ട്. എന്നാലും പക്ഷെ ഞാൻ വേർക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് കാശി ഞാൻ കഴിഞ്ഞ തവണ പോയപ്പം മെലിഞ്ഞുണങ്ങിയിട്ടേ വരത്തുള്ളതാണ് പറഞ്ഞത്. ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നടക്കാൻ പോണ കാര്യമൊന്നുമില്ല. ഇല്ല ഗൈസ്, അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ ഫുഡ് ഭയങ്കര ഓയിലിയാണ്. അതുകൊണ്ടാണ്. അപ്പം അവൻ ജിമ്മിന് പോകാൻ തുടങ്ങിയതിൻ്റെ ഷോയാണ് കാണിക്കുന്നത്. സോ അപ്പം നമുക്ക് ഇന്നത്തെ ഈ സർപ്രൈസ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇനി കുറച്ച് 2 മാസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കണ്ടൻസ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ. ഇട്ട് വെറുപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.